ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള എൻ്റെ സഹോദരി ഇന്ന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നുറപ്പുള്ള ഒരു വിശുദ്ധയായ ഒരാളാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രമാത്രം ഏറ്റവും വേദനയുടെയും ബുദ്ധിമുട്ടിൻ്റെയും സഹനത്തിൻ്റെ ഒക്കെ നടുവിലും ജോയ്സി കർത്താവിനെ ചേർത്ത് പിടിച്ചതും മറ്റുള്ളവർക്ക് പ്രചോദനമായതും എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാനൊരു അനുഭവം ഓർക്കണത് എനിക്ക് ജീസസ് യൂത്തിൽ തന്നെ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് കപ്പിളിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ തന്നെ കിഡ്നി കൊടുക്കുന്ന ഒരു ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വേണ്ടി അവർ ഒരുങ്ങായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ആ വീട്ടിൽ പോയിരുന്ന് അവരുടെ ഒപ്പം വർത്തമാനം പറയുമ്പോൾ എനിക്ക് തോന്നി ജോയ്സി ഇവരോടൊന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് വർത്തമാനം പറഞ്ഞാൽ ഒരു വലിയ പ്രചോദനമാവുമല്ലോ. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ജോയ്സിയോട് UAE നിന്ന് വീഡിയോയിൽ വരാൻ പറഞ്ഞ് ജോയ്സി അവരോട് വർത്തമാനം പറഞ്ഞപ്പോൾ ഈ കിഡ്നി കൊടുക്കാൻ പോകുന്ന എൻ്റെ അത്രയും സുഹൃത്തായ കുഞ്ഞിനെ കുട്ടിനോട് ഡയാന ചോദിക്കണേ, റൈജു ഇതെന്തൊരു മുതലേടാന്നാണ് ചോദിക്കുന്നത്. കാരണം അത്രമാത്രം ഇത്രയും സഹനത്തിൻ്റെയും 9-ലധികം അല്ലെങ്കിൽ 10ഓളം പ്രാവശ്യം ക്യാൻസർ വന്നിട്ടും 10-16-ലധികം സർജറി നടന്നിട്ടും ഒക്കെ കർത്താവിനെ അതുപോലെ പ്രഘോഷിക്കുന്ന ഒരാൾ. ഇപ്പോൾ ജോയ്സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്നലെ ജോയ്സി മരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ലൈവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാണ് ജോയ്സി മരിക്കണത്. ഏറ്റവും ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ജോയ്സി പറഞ്ഞിട്ടുള്ള ബൈബിള് എൻ്റെ നെഞ്ചത്ത് തന്നെ വെക്കണം എന്നാണ്, എൻ്റെ കൂടെ തന്നെ വെക്കണം എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ പെട്ടിയടക്കമേ എടുക്കും, പക്ഷേ അത് എൻ്റെ കൂടെ തന്നെ വേണം. അപ്പോൾ ആ വചനം പറയുക, വചനം പറഞ്ഞില്ലെങ്കിൽ കാര്യമില്ല, വചനം പറയുക, അത് തന്നെയാണ് ജോയ്സിയുടെ ഏറ്റവും അവസാനം വരെയുള്ള പ്രാർത്ഥന. എന്തു വേദനയും ഞാൻ എടുക്കാം, പക്ഷെ എൻ്റെ ശബ്ദം പോകരുത്. കാരണം എല്ലാ വേദനയുടെ നടുവിലും എത്ര പേരോട് വചനം പറയാമോ അതൊക്കെ ഓൺലൈനായിട്ടും ഫോണിൽ കൂടെ ഒക്കെ പറഞ്ഞിരുന്ന ഒരാളാണ് ജോയ്സി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കാരണം ഇത്രയും സഹനങ്ങളിൽ ഒരാൾക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ജോയ്സി ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വാചകം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ധീര പ്രേക്ഷിത എന്നാണ്. ജോയ്സി ചേച്ചിയുമായിട്ടുള്ളൊരു വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തെ ദൈവപരിപാലനയിൽ അല്ലെങ്കിൽ കുട്ടികളെ ദൈവാശ്രയത്തിൽ വളർത്തുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയാൽ ഈ ഒരു ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്ന് പോയപ്പോഴും മക്കളെ ദൈവ ആശ്രയത്തിൽ വളർത്തുവാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ വളരെ ശ്രദ്ധിച്ച ആളാണ്. ഞാൻ ഈ ഒരു അസുഖത്തിൻ്റെ സമയത്ത് തന്നെ ഒരു ദിവസം ചേച്ചിയും ഇവിടെ വീട്ടിലേക്ക് കാണാൻ വന്നപ്പോൾ ചേച്ചിയുടെ വിഷമങ്ങൾ ചേച്ചി എന്താ പറയുക, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ കാണുന്ന നമുക്കാണ് ഒരു കണ്ണീർ പൊഴിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. മാനസികമായിട്ട് ഒരിക്കൽ പോലും ചേച്ചി ഇത്ര അസുഖങ്ങൾ വരുമ്പോൾ തളർന്നതായിട്ട് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു കണ്ണീര് പൊഴിച്ചതായിട്ട് കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ അന്നൊരു ദിവസം വന്നപ്പോൾ ചേച്ചിയുടെ 4 വയസ്സുള്ള മകൾ കുഞ്ഞ് ജെസിക്ക, ആ സമയത്ത് ഞങ്ങൾ 2-3 ജിസ്യൂത്ത് ഉണ്ടായിരുന്നു കാണാനായിട്ട് വന്നപ്പോൾ, നമ്മുടെ ബൈബിളിലെ 73 പുസ്തകങ്ങളും ഒരു ഓർഡറിൽ ആ ഉണ്ണി തെറ്റാതെ പറഞ്ഞു. അത് ഈ കുടുംബത്തിലെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ ഒരു പരിശീലനമായിരുന്നു. അതെന്നെ പ്രചോദിപ്പിച്ചു. ഞാനും തൊട്ടടുത്ത ദിവസങ്ങളിൽ അത്തരത്തിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചു. ഞാനും ഒരു 73 പുസ്തകങ്ങൾ കാണാതെ പറയാനായിട്ട് എനിക്ക് സാധിച്ചു. അതെനിക്ക് കിട്ടിയത് ഈ കുഞ്ഞ് ജെസിക്കയിൽ നിന്ന് പ്രചോദനമാണ്. ആ പ്രചോദനത്തിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പറയുന്നത്, ജോയ്സി ചേച്ചി കുടുംബത്തിലെ ക്രിസ്തുവിനെ അല്ലെങ്കിൽ മക്കളെയും കൂട്ടി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ ദൈവാശ്രയത്തിൽ വളർത്തുന്നു എന്ന് തന്നെയാണ് വലിയൊരു കാര്യം. ഈ ഒരു സമയം വരെ ക്രിസ്തുവിന് വേണ്ടി മുന്നോട്ട് ചലിച്ച ധീരപ്രേക്ഷിത തന്നെയാണ് ജോയ്സി ചേച്ചി. ജോയ്സി ചേച്ചിക്ക് ആദ്യമായിട്ട് ഈ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുമ്പോഴേ ഞാൻ ജോയ്സി ചേച്ചിക്ക് വിളിച്ചു. ഞാൻ അറിഞ്ഞിരുന്നപ്പോൾ ജോയ്സി ചേച്ചിക്ക് വിളിച്ചു. അപ്പോൾ ജോയ്സി ചേച്ചി പറയായിരുന്നേ, അതൊരു 2021 ഒക്ടോബർ 1-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആൾ പറയായിരുന്നു, ഷൈജോ, നമ്മുടെ ഇന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ അറിയണേ, ഇന്ന് ഒരു കാര്യം നിനക്കറിയോ, നമ്മുടെ കൊച്ചു ത്രേസ്യയുടെ അപ്പനമ്മയ്ക്കും ക്യാൻസർ വന്നിട്ട് മരിച്ചത്. ഞാനും ഇന്നൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ചേച്ചി അത് പറയുമ്പോൾ ചേച്ചിക്ക് അതിനെപ്പറ്റി ഒട്ടും ഒരു ഭാരമോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ ഇല്ല. ചേച്ചിയുടെ ജീവിതം ഈ നാളുകളിൽ ഈ 4 വർഷത്തെ നോക്കുമ്പോൾ മനസ്സിലാവണത്, ഒരു കൊച്ചുകുട്ടിക്ക് ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം പോലെയായിരുന്നു ഓരോ വേദനയുടെ സമയങ്ങളിലും. 17 തവണ സർജറി ചെയ്തു. ആ 17 തവണയും ആളായിട്ട് സംസാരിച്ച് ഇപ്പോൾ ആൾ പറയുന്നത്, ആൾക്ക് അതൊന്നുമല്ല വിഷയം. ആൾക്ക് നമ്മളുടെ വിശേഷങ്ങൾ അറിയാനും നമ്മളുടെ സുഖാന്വേഷണം അറിയാനാണ് ആൾക്കത്. ആളുടെ ഒരിക്കൽ പോലും ഒരു പരിഭവമോ പരാതിയോ അല്ലെങ്കിൽ ഒരു വേദന എന്നുള്ളൊരു വാക്കോ ആൾ ഒരിക്കലും ആളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല.
ഞാൻ ഒരിക്കൽ ഓർക്കായിരുന്നു ഇങ്ങനെ ഈ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യണ ഒരു പെറ്റ് സ്കാൻ ഉണ്ട്. അപ്പോൾ ആളായിട്ട് അതിനെ സംസാരിച്ചപ്പോൾ ആൾ പറയുന്നു ഈ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു മഗ്ഗിൽ നിറച്ച് ഒരു ലിക്വിഡാണത്. അത് കഴിക്കുമ്പോഴേക്കും നമ്മൾ ഛർദ്ദിക്കും. ശരിക്കും അത് ഛർദ്ദിക്കാതെ കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പെറ്റ് സ്കാൻ ചെയ്യുക. അപ്പോൾ സാധാരണ കഴിക്കുന്നവരൊക്കെ അപ്പോൾ ഛർദ്ദിച്ച് പോവും, പിന്നെയും കഴിക്കണം. അങ്ങനെ പല പ്രാവശ്യം കഴിച്ചിട്ടാണ് സ്കാൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആൾ പറയായിരുന്നു ഞാനിങ്ങനെ ഇതിൻ്റെ എന്ത് ചെയ്യണം ഈശോയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ ആൾ പറയായിരുന്നു അപ്പോൾ എന്നോട് ഈശോ ഇങ്ങനെ പറയായിരുന്നു, എടാ എടി മോളെ നീ ഒന്ന് ഓർത്ത് നോക്കി, ഞാൻ കാൽവരിയുടെ ആ നെറുകയിൽ നിൽക്കുന്ന സമയത്ത് ദാഹിച്ച് വരേണ്ട ഒരു സമയം, ആ സമയത്ത് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി സങ്കടപ്പെട്ട് നിന്ന സമയത്ത് ഒരു കയ്പ് നീര് എൻ്റെ ചുണ്ടിൽ പുരട്ടിയൊരു സമയമുണ്ട്, നീ അതൊന്ന് ഓർക്കുക, അതൊന്ന് ഓർത്തിട്ട് നീ ഇത് കഴിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. അപ്പോൾ ജോശിജി പറയായിരുന്നേ ഈശോൻ്റെ തൊട്ടരികിലിരുന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നതും അത് കുടിക്കാൻ സഹായിച്ചതും ഒക്കെ ഞാൻ ഓർക്കാണ്. ആൾ ഛർദ്ദിച്ചൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ നഴ്സുമാർക്ക് പോലും ഭയങ്കര അത്ഭുതം, എങ്ങനെ ഈ ചേച്ചി ഇത് ഒട്ടും ഛർദ്ദിക്കാതെ ഒറ്റ ഇതിൽ തന്നെ ആൾ കഴിച്ചു, ഒരു അരമണിക്കൂറിനുള്ളിൽ സ്കാൻ ചെയ്തു, അങ്ങനെ അതിൽ നിന്ന് പോന്നു. അപ്പോൾ ചേച്ചിയുടെ ജീവിതത്തിൽ എല്ലാം ഈശോയുമായി ബന്ധപ്പെട്ട ഒരു ഇതായിരുന്നു. എനിക്ക് ചേച്ചീനെ പറ്റി ഓർക്കുമ്പോഴേ ചേച്ചി ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരാണ്. ആ പാട്ട് ഇങ്ങനെയാണ്, അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി എൻ പ്രിയനാഥ യേശുവേ, അകറ്റുവാനാകില്ലി ആത്മബന്ധം, ഓരോ ദിനത്തിലും അടുക്കുവോളം. ഈ ചേച്ചിക്ക് ഈശോയോടുള്ള ആത്മബന്ധം അത്രയേറെ ആഴമേറിയതായിരുന്നു. ഓരോ ദിവസവും ഈശോയോട് കൂടുതൽ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, അത് ജീവിതം കൊണ്ട് ഈശോയുടെ കൂടെ യാത്ര ചെയ്യാൻ. പിന്നെ എപ്പോഴും ചേച്ചിക്ക് നിത്യജീവനെ പറ്റിയിട്ടാണ് പറയാനുള്ളൂ. അതായത് നമ്മളുടെ യാത്ര അങ്ങടാണ്, സ്വർഗത്തെപ്പറ്റി, സ്വർഗത്തിലേക്കുള്ള യാത്ര, പ്രത്യാശ, ഇത്തരം കാര്യങ്ങൾ മാത്രം അത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. അത് അനേകർക്ക് ചേച്ചിയുടെ ജീവിതം ഒരു മാതൃകയാണ്. ഇത്രയും വലിയ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ, വേദനയുടെ കൊടുമുടിയിലൂടെ പോകുമ്പോഴും ശാന്തതയോടെ അതിനെ നേരിടാനും സമാധാനത്തോടെ. ഒരിക്കൽ ചേച്ചിക്ക് വിളിച്ചപ്പോൾ ചേച്ചി പറയായിരുന്നേ, ഇപ്പം എനിക്ക് പഴയ പോലെ ഒന്നും അല്ലടാ ഷൈജോ, എനിക്ക് ഓർമ്മകളൊന്നുമില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ സമാധാനമുണ്ട്. എല്ലാ വിധത്തിലും ഒരു ഇൻറ്റേർണൽ പീസ്, ഒരു ഇന്നർ പീസ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലയടിക്കുകയാണ് ആ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. അപ്പോൾ ചേച്ചിയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസം വയ്ക്കുന്നു. നമുക്കും ചേച്ചിയെ പോലെ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഷാർജ ജീസസ് യൂത്തിൽ ഫാമിലിയിലായിരുന്ന സമയത്തായിരുന്നു ജോയ്സ് ചേച്ചിനെയും ജെയ്സൺ ചേട്ടനെ ഫാമിലിനെ പരിചയപ്പെടാൻ പറ്റിയത്. ആ ഒരു പരിചയപ്പെട്ട ആ ഒരു നിമിഷം മുതൽ ഈ ഒരു സമയം വരെ അത്രയും ഒരു വിശുദ്ധമായ ജീവിതം എന്ന് പറയാൻ അത്രയ്ക്കും ഒരു വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു ചേച്ചിയായിരുന്നു. ഒരു പക്ഷേ ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം ജോയ്സ് ചേച്ചിനെ ആ സമയത്ത് പരിചയപ്പെടാൻ പറ്റിയതും, ജോയ്സ് ചേച്ചി ജീവിച്ച ആ കാലഘട്ടത്തിൽ ജീവിച്ചതും, ഒരു വിശുദ്ധയുടെ കൂടെ ജീവിച്ചു എന്നുള്ള ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഒത്തിരി ഞങ്ങളുടെ ഫാമിലി സ്ട്രീമിലായിരുന്നപ്പോഴും ഒത്തിരി ആക്റ്റീവായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ മക്കൾ കൂടുതൽ ഫാമിലികൾക്കും ബുദ്ധിമുട്ടാകുന്ന, അല്ലെങ്കിൽ കുറച്ച് മക്കളെ മതി, 1-2 മക്കളെ മതി എന്ന ഒരു കാലഘട്ടത്തിലും ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും, ചേച്ചി ചേട്ടൻ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിരുന്നു. 5 മക്കൾ, ഇന്നത്തെ കാലത്ത് 2 സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടേഴ്സ് തന്നെ റിസ്ക്കാണ്, ഹൈ റിസ്ക്കാണെന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ 5 മക്കളെയും സിസേറിയനിൽ കൂടെ ജന്മം നൽകാൻ സാധിച്ചതും, ആ ഒരു മക്കളെ വിശുദ്ധിയിൽ വളർത്താനും വിശുദ്ധരായി വളർത്താനുമുള്ള ആ ഒരു ഉത്സാഹമൊക്കെ ഞങ്ങൾക്ക് അത്രയും ഇൻസ്പിറേഷനാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇൻസ്പിറേഷനാണ്. അതുപോലെ തന്നെ ബൈബിളിനോടുള്ള ചേച്ചി പറഞ്ഞിരുന്ന ഒരു ഇതാണ്, എല്ലാ മക്കളെയും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും മുഴുവൻ ബൈബിളും വായിച്ച് തീർക്കുക എന്നുള്ളത്. ആ ഒരു മക്കൾക്ക് ആ പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണെന്നുള്ളതും. അതുപോലെ തന്നെ സർജറികളുടെ ഇടയിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിലാണ്, ചേച്ചി അബുദാബിയിലായിരുന്നപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ നമ്മൾ വളരെ സങ്കടത്തോടു കൂടി വിളിക്കുന്നത്, ഇത്രയും സർജറികളും ഇതൊക്കെ കഴിഞ്ഞ്, പക്ഷേ ചേച്ചി ആ ഒരു 2ാമത്തെ കാലിൻ്റെ സർജറിയുടെ ഇടയിലും വളരെ ഹാപ്പി ആയിട്ടാണ് ചേച്ചി ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചതും. അതൊന്നും എന്താ പറയുക, ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്.
അതിലൂടെ നമ്മൾ കടന്നു പോകുന്നു, അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുള്ള ഒരു ഇതിലാണ്, നമ്മളെ കൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ചേച്ചി ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ ചേച്ചിയെ കാണാൻ സാധിക്കുമെന്നുള്ളത്, ഈശോയുടെ അടുത്താണെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഷാർജയിലായിരുന്ന കാലത്തൊക്കെ ചേച്ചിയുടെ ക്ലാസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്നാണ്, ആളുടെ ഒരു ജീവിതാനുഭവത്തിൽ നിന്നാണ് ആളുടെ ഒരു ഇതെല്ലാ ക്ലാസ്സുകളും. അപ്പോൾ നമ്മൾ ആളുടെ ക്ലാസ് എടുക്കുന്ന ദിവസങ്ങളൊക്കെ ഒരു ഇതെല്ലാവരും അറ്റൻഡ് ചെയ്യും. കാരണം ഇതിൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതിൽ പഠിച്ചു പറയുന്നതിനേക്കാളും കൂടുതൽ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് അത് പറയാറുള്ളത്. അപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ആ മക്കളുടെ പറഞ്ഞാൽ വളരെ വിഷമമുണ്ടെങ്കിലും പക്ഷേ അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അമ്മയുടെ ഈ വേർപാട് അവർ ആഘോഷിക്കുകയല്ല, പക്ഷേ അവർ അതിനോടുകൂടി നമ്മുടെ വിഷമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നതൊക്കെ. അതുപോലെ ജെയ്സൺ ചേട്ടനൊക്കെ ഇപ്പോൾ നമ്മൾക്ക് കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് പറയാം ജോയ്സ് ചേച്ചി ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ ജീവിച്ചിരുന്നതെന്ന് നമുക്ക് ഒരു കാലത്ത് നമുക്ക് നമ്മുടെ മക്കളോടൊക്കെ പറയാൻ പറ്റും. യേശുക്രിസ്തു നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക എന്നുള്ള ഒരു വചനമാണ് ചേച്ചി പറയുന്നത് എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ ഞങ്ങൾ ചേച്ചി 2000 സമയങ്ങളിലൊക്കെയാണ് എനിക്ക് ചേച്ചിയായിട്ട് പരിചയമുള്ളത്. അപ്പോൾ അന്ന് ചേച്ചി ഞങ്ങളുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ, പിന്നെ ചേച്ചി ഞങ്ങളുടെ ഇവിടെ GC യൂത്തിൻ്റെ ഞങ്ങളുടെ സോണൽ ടീമിൽ തൃശ്ശൂർ സോണൽ ടീമിൻ്റെ അംഗമായിരുന്നു. അപ്പോൾ അന്ന് സ്ത്രീകളുടെ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ചേച്ചിയാണ് അതിന് നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അന്ന് ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഇറങ്ങി നടക്കുക അത്ര ഒരു പരിചിതമായിട്ടുള്ള സമയമല്ല. രാത്രികൾ വീട്ടിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ ധ്യാനകേന്ദ്രത്തിലാണെങ്കിൽ പോലും അങ്ങനെ നിൽക്കാനൊന്നും വീട്ടുകാർ സമ്മതിച്ചിരിക്കാത്തൊരു കാലഘട്ടത്തിലാണ് ചേച്ചി വളരെ ആക്റ്റീവായിട്ട് ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് വീട്ടുകാർ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് വിട്ടിരുന്നത്. കാരണം അവർക്കറിയാം ചേച്ചി അത്രയും സ്ട്രോങ് ആണ്, അത്രയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ആളന്നും എപ്പോഴാണെങ്കിലും ഇപ്പോൾ ക്യാൻസർ വന്നു, മുമ്പ് കുറേ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരിക്കലും പോലും ആളുടെ മുഖത്ത് ചിരി മാറിയിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും സംസാരിച്ചിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും, നമുക്കിപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് പോലും അത്രമാത്രം ബലം തരുന്നതായിരുന്നു ചേച്ചിയുടെ ഒരു രീതിയും സ്വഭാവവും. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. എപ്പോഴും സന്തോഷത്തോടെ ആൾക്കാരെ കാണുക. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, പക്ഷെ എന്നാൽ ഞങ്ങളെയൊക്കെ അത്രയും സ്നേഹത്തോടെ ചേച്ചി ഇങ്ങനെ കൊണ്ടു നടക്കാനും ഒക്കെ ചേച്ചിയുടെ ബലമാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കും. അന്ന് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ ചേച്ചിയാണ് ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ DTP എന്ന പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ട് സമയം ഡിസൈപ്പിൾ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളന്ന് ഡിഗ്രി പഠിച്ചു തുടങ്ങിയിട്ടില്ല, +2 ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ് നമ്മൾ ഡിഗ്രിയിലേക്ക് കടക്കുന്നൊരു സമയത്ത് വരുന്ന പ്രോഗ്രാമിൽ ചേച്ചിക്ക് സഹായിക്കാറുണ്ട്. അന്ന് മഡോണ കാച്ചേരി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ മൈനർ സെമിനാരിയാണ് അന്ന് GC യൂത്തിൻ്റെ ഒരു സ്ഥലം, കരിസ്മാറ്റിക് സ്ഥലം. അതാണ് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ അവിടെ നടക്കണം. അപ്പോൾ ചേച്ചി ഉണ്ടാവും അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആൾ നമ്മുടെ കൂടെ നിൽക്കും, നമ്മളെ സഹായിക്കും, പ്രാർത്ഥിക്കും. ഒത്തിരി കാര്യങ്ങൾ ചേച്ചിയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചേച്ചിയെ കുറിച്ച് ഓർക്കാൻ എപ്പോഴും ചിരിച്ചിട്ടുള്ളൊരു മുഖം ആണ് നമ്മളെപ്പോഴും ചേച്ചിയെ കുറിച്ച് നമുക്ക് ഓർക്കാനുള്ളൂ. അതിപ്പം ഇപ്പോൾ ഈ അസുഖങ്ങൾ വന്നപ്പോഴുള്ള ആളങ്ങനെ തന്നെയാണ്. അസുഖങ്ങൾ വന്നിട്ട് ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിരുന്നു. വചനങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അതിപ്പോൾ ഒരിക്കൽ പോലും ഒരു വിഷമകരമായിട്ട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. എപ്പോഴും പ്രത്യാശയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റോമക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നുണ്ടല്ലോ, പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല, കട്ടുന്ന സഹനശീല ആത്മധൈര്യം പ്രത്യാശ നൽകുന്നു. ആ പ്രത്യാശ നിരാശരാക്കുന്നില്ല. ആ പൗലോസ് പറഞ്ഞ വചനം വളരെ കറക്റ്റാണ്. കാരണം കഷ്ടതയിലൂടെ കടന്നുപോയി ഒത്തിരിയേറെ സഹനം ആൾ ഏറ്റെടുത്തു. അത് ആത്മവിശ്വാസം ആൾക്ക് വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ആളെ ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ ഈശോയെ നോക്കിയുള്ള ജീവിതം, ചിരിച്ചിട്ടുള്ള ജീവിതം ചേച്ചി സ്വർഗത്തിലെന്ന് ഉറപ്പാണ്. നമ്മൾ അതിനൊരു എന്താ പറയുക, അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉറപ്പാണ്, നമുക്കൊരു വിശ്വസിച്ച് പ്രാർത്ഥിക്കാവുന്നൊരു മധ്യസ്ഥ സ്വർഗത്തിലുണ്ട്. അപ്പോൾ നമുക്ക് വിഷമത്തോടൊപ്പം സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മുടെ മക്കൾ നല്ല സ്ഥലത്തേക്ക് പോയി നമ്മൾ സന്തോഷിക്കലേ വേണ്ടേ. അതുപോലെ നമ്മുടെ ചേച്ചി നല്ല സ്ഥലത്തേക്ക് പോയി നമ്മളും ആക്ച്വലി വിഷമമുണ്ടെങ്കിലും നമുക്കൊരു സന്തോഷമുണ്ട്.